മഹാദേവന്റെ ഭക്തർ തികച്ചും സ്വാർത്ഥമായ ചിന്തകളിൽ നിന്ന് മുക്തനായ വ്യക്തിയായിരിക്കും. അവന്റെ നന്മ എപ്പോഴും അവന്റെ ജീവിതത്തിൽ മാത്രമല്ല, മറ്റു വ്യക്തികളുടെ ജീവിതത്തെയും പ്രകാശഭരിതമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു തേജസ്സായി എപ്പോഴും നിറയുന്നതായിരിക്കും. ആ ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് രൂപാന്തരപ്പെടുന്ന ആ വ്യക്തിയുടെ കഴിവുകൾ എപ്പോഴും മഹത്തരവും മറ്റു വ്യക്തികൾക്ക് എപ്പോഴും അതിശയകരവുമാകുന്നതാണ്. മഹാദേവൻ ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിക്കുന്നതാണ്. എന്നാൽ ഭക്തൻ്റെ മനസ്സിലെ നന്മയും അവൻ്റെ മഹത്വവും മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അവന് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സംഭവിക്കുവാൻ കാരണമാവുകയുമുള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം കഷ്ടതകളിലൂടെ നയിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാദേവൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിലും നിങ്ങളുടെ എല്ലാ കഷ്ടതകളിലും നിങ്ങളെ നയിക്കുവാൻ വേണ്ടി മഹാദേവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് മഹാദേവൻ്റെ സാമീപ്യം എപ്പോഴും അനുഭവപ്പെടുകയും ചെയ്യും. ശിവഭഗവാൻ എന്ന ദൈവം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പാഠങ്ങളിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് പ്രയാസകരമായ അനുഭവങ്ങൾ തന്നുകൊണ്ട് നിങ്ങളെ കഷ്ടപ്പെടുത്തുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് വലിയ ദുഃഖങ്ങളെ അനുഭവിക്കേണ്ടി വന്നു കാണുകയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും അത് എളുപ്പം മാറുകയും ചെയ്യാറുമുണ്ട്. കാരണം മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും ദൂരീകരിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടാനിരിക്കുന്ന വലിയ നേട്ടങ്ങൾക്ക് കാലതാമസങ്ങൾ വന്നേക്കാം. ആ കാലതാമസങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ദൈവത്തെ വിശ്വസിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. എന്നാലും മഹാദേവൻ നിങ്ങളെ ഒരിക്കലും കൈവെടിയുകയില്ല. ആ വിശ്വാസത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോവുക. മഹാദേവൻ്റെ സാന്നിധ്യം എന്നും നിങ്ങളുടെ ഒപ്പമുണ്ട്. ആ സാന്നിധ്യം നിങ്ങളെ മുമ്പോട്ട് നയിക്കുവാൻ നിങ്ങളെ പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രാപ്തി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഒത്തിരി നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാനുള്ള ഒരുപാട് സംഭവങ്ങളും നേടിയെടുക്കുവാനുണ്ട്. അതിനായി പരിശ്രമിക്കുക. ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ പോലും വിജയം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആ വിജയത്തിലേക്ക് നയിക്കുവാനുള്ള കഴിവ് നിങ്ങളുടെ പ്രാപ്തിയാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നടക്കുക. ധൈര്യം ഊർജം നൽകുന്ന സ്ഥിരതയായി മാറുമ്പോൾ നിങ്ങൾ ആ ധൈര്യത്തിൽ വിശ്വസിക്കുക. പക്ഷേ അതിൽ അഹങ്കരിക്കുന്ന വ്യക്തിയാകാൻ വേണ്ടി ശ്രമിക്കരുത്. നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള വഴിയിൽ നിങ്ങളെ ശക്തനാക്കുന്നതാണ്. എന്നാൽ ആ ശക്തിയിൽ വിഭ്രമം ബാധിച്ചവനെ പോലെ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ഊർജം തന്നെയാണ്. എന്നാൽ അത് മറ്റു വ്യക്തികൾക്ക് നാശത്തിനായി നിങ്ങൾ അതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ശക്തിയുടെ ഊർജം നിങ്ങളുടെ സ്ഥിരതയായി നിലനിൽക്കുകയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയമുണ്ട്. ആ സംരക്ഷണ വലയം നിങ്ങൾക്ക് കവചവുമാണ്. ആ കവചം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് മഹാദേവനാണ്. ആ മഹാദേവൻ്റെ ശക്തിയും കരുത്തും നിങ്ങളോടൊപ്പമുള്ളപ്പോൾ നിങ്ങളെ തളർത്തുവാനോ നിങ്ങളെ താഴേക്ക് തള്ളിയിടുവാനോ ജീവിതത്തിൽ ആരെക്കൊണ്ട് സാധിക്കുകയില്ല. ജീവിതം 3 പാഠങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്നത്. ഒന്ന്, ശരിയായ വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ ധാർമ്മികത്വവും നിങ്ങളുടെ ധർമ്മവും നിങ്ങളുടെ മൂല്യമായി തീരുന്നതാണ്. രണ്ടാമത് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ സ്ഥിരതയാണ്. സ്ഥിരതയാർന്ന ബലം എപ്പോഴും നിങ്ങൾക്ക് ആത്മധൈര്യവും കരുത്തും നൽകുന്നതാണ്. ആ സ്ഥിരതയാർന്ന ബലത്തിൽ നിങ്ങൾ സന്തോഷവാനാകുവാൻ നോക്കുക. നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ശക്തമായി മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. മൂന്നാമത് നിങ്ങൾക്ക് ലക്ഷ്യബോധമാണ്. ലക്ഷ്യബോധം എപ്പോഴും ഓരോ വ്യക്തിയുടെയും മാർഗത്തെ എന്തെന്ന് കാട്ടിത്തരുന്ന കരുത്താണ്. ആ മാർഗം നിങ്ങളുടെ ഉൾക്കാഴ്ചയിൽ നിന്ന് നിങ്ങൾ
നേടിയെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുവാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുക തന്നെ ചെയ്യുന്നതാണ്. ജീവിതത്തിൽ എപ്പോഴും ലക്ഷ്യം അനന്തമാണ്. ആ അനന്തമായ ദൂരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ വലിയ ലക്ഷ്യം എപ്പോഴും മിന്നി മായുന്ന ഒരു വെട്ടം പോലെ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തെ നോക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുവാനും സാധ്യമാവുകയുള്ളൂ. ജീവിതത്തിൽ ആ ലക്ഷ്യബോധമാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന കരുത്തായി തീരുന്നത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. സന്തോഷങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുകയില്ല. സുഖങ്ങളും ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുകയില്ല. സങ്കടങ്ങളും ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുകയില്ല. എല്ലാം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ സന്തോഷങ്ങൾ വരുമ്പോൾ നിങ്ങൾ സങ്കടത്തെ മറന്നു പോകുന്നതാണ്. എന്നാൽ സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷകരമായ അനുഭൂതി നഷ്ടമായെന്ന് ചിന്തിക്കുകയും ചെയ്യും. ജീവിതത്തിൽ എല്ലാം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ സുഖകരമായ അനുഭവങ്ങളെയും ദുഃഖകരമായ അനുഭവങ്ങളെയും നിങ്ങളുടെ മാത്രം വിധിയാണെന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കുക. ജീവിതത്തിൽ എന്ത് അനുഭവിക്കേണ്ടി വന്നാലും അത് നിങ്ങൾക്ക് കിട്ടുന്ന നന്മയാണേലും ജീവിതത്തിൽ അനുഭവിക്കേണ്ട തിന്മയാണേലും അതിനെ കുറ്റപ്പെടുത്താതിരിക്കുക. ജീവിതത്തിലെല്ലാം നമുക്ക് അവസരങ്ങൾ പോലെ വന്നു ചേരുന്നവയാണ്. എപ്പോഴും സങ്കടമോ സുഖമോ സന്തോഷമോ സ്ഥിരമായി നിലനിൽക്കുകയില്ല. എന്നാലും ജീവിതത്തിൽ വിരുന്നെത്തുന്ന വിരുന്നുകാരെ പോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് എപ്പോഴും ഒരു സ്ഥിരമായി നിങ്ങളോടൊപ്പം നിൽക്കുവാനും സാധിക്കുകയില്ല. സുഖകരമായ അനുഭവങ്ങൾ ഉള്ളപ്പോൾ ആ സുഖകരമായ അനുഭവങ്ങളെ നിങ്ങൾ ആസ്വദിക്കുക. സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ സങ്കടങ്ങളിൽ ലയിച്ചു ചേരുക. ആ സങ്കടങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. അല്ലാതെ അതിനെ കുറ്റപ്പെടുത്തുവാനോ നിങ്ങൾ ദൈവത്തിനെ പഴിചാരാനോ നോക്കരുത് ഒരിക്കലും. കാരണം ദൈവം നിങ്ങൾക്ക് എന്താണ് നൽകുന്നത് അതിൽ സന്തോഷവാനാകുവാൻ വേണ്ടി മാത്രം ശ്രമിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖകരമായ അവസ്ഥകൾ മാത്രം സ്ഥിരമായി നിലനിൽക്കുകയില്ലെന്ന് മനസ്സിലാക്കുക. മഹാദേവൻ നിങ്ങളോടൊപ്പമുള്ളപ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങൾ പോലും നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്ന സന്തോഷകരമായ അവസ്ഥയായി മാറ്റുവാൻ നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങളുടെ സ്ഥിരതയെയും മാറ്റിമറിക്കുന്നതാണ്. അതിനാൽ തന്നെ മഹാദേവനിൽ വിശ്വസിക്കുക. മഹാദേവൻ്റെ ഭക്തർക്ക് സ്ഥിരമായി ഒരിക്കലും ദുഃഖത്തിൽ ആഴ്ന്നു പോകേണ്ട ആ ഒരു അവസ്ഥ വരികയില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുക. മഹാദേവൻ എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർത്തിട്ടുണ്ട്. ആ സുരക്ഷാ കവചത്തിനുള്ളിൽ നിൽക്കുന്ന നിങ്ങൾ എപ്പോഴും സുരക്ഷിതം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖത്തെ ഭയപ്പെടേണ്ടി വരികയില്ല. നിങ്ങൾ നിങ്ങളുടെ സമാധാനപരമായ അവസ്ഥയെയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളുവാൻ പഠിക്കുക. ജീവിതത്തിൽ പ്രയാസത്തെ മനസ്സിലാക്കുകയും ആ പ്രയാസകരമായ അനുഭവങ്ങളെ ജീവിതത്തിൻ്റെ ഗുണപാഠങ്ങളാക്കി തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ജീവിതത്തിലെ ദുഃഖങ്ങളുടെ അവസരങ്ങൾ എപ്പോഴും അവൻ്റെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ ആനന്ദമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുക. എന്താണ് നിങ്ങൾക്ക് ശരിയെന്നും തെറ്റെന്നും മനസ്സിലാക്കുവാനുള്ള ബോധം, അതാണ് നിങ്ങളുടെ സ്ഥിരത. ആ സ്ഥിരത നിങ്ങൾക്ക് കൈവരുമ്പോൾ ജീവിതത്തിൽ പ്രയാസം നിങ്ങളിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സമാധാനത്തോടെ ജീവിക്കുക. മറ്റു വ്യക്തികൾക്ക് നന്മ വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുക. ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും തിന്മയുടെ മാർഗങ്ങളെ സ്വന്തം വഴിയാക്കി മാറ്റുകയില്ല. ജീവിതത്തിൽ തിന്മ എന്നത് നമ്മളുടെ തന്നെ നാശമാണ്. ആ തിന്മ നിങ്ങളുടെ ഗുണമാണെന്ന് നിങ്ങൾ കരുതിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തിന് കാരണമാകും. അതുകൊണ്ട് എപ്പോഴും ശരിയുടെ മാർഗത്തെ തിരഞ്ഞെടുക്കുക.